ഹലോ എല്ലാവർക്കും നമസ്കാരം. 2024 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ചെടീൻ്റെ അല്ല, ഇത് നമുക്ക് ഒരു ചീര വർഗത്തിൽ പെടുന്ന ഒരു ചെടീന് നമുക്ക് ഇലക്കറികളെ കൂട്ടത്തിൽ തോരനും ഇതൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചീര പോലത്തെ ചെടീന് ഞാനിതിപ്പോൾ ചെടിയായിട്ട് അലങ്കാര ചെടിയായി വളർത്തി ഒരു ട്യൂബിൽ പടർത്തി കൊടുത്തിരിക്കുന്നതാണ്. ഇത് ചീരയായിട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ്. ഇതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇന്ത്യൻ സ്പിനാച്ച്, മലബാർ സ്പിനാച്ച് അങ്ങനെയൊക്കെ വിളിക്കും. പിന്നെ വള്ളിച്ചീര എന്ന് പറയും, ചിലരൊക്കെ വള്ളിച്ചീര എന്ന് പറയും. ഇതൊരു സ്പിനാച്ച് ചീരയുടെ ഇനത്തിൽ പെടുന്നത് തന്നെയാണിത്. തോരനൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ നുള്ളിയെടുത്തിട്ട് തോരൻ വെച്ചാൽ ഇതാണ് ഇതിൻ്റെ വിത്ത്. കണ്ട കറുത്ത വിത്തുകൾ ഒരുപാടുണ്ടാവും ഇതിൽ. ഇതിൻ്റെ കടയ്ക്കൽ വീണ് പുതിയ തൈകൾ മുളച്ചു വരും. ഈ ചീരയിൽ ഒരുപാട് പൊട്ടാസ്യം, മഗ്നീഷ്യം, വിറ്റാമിൻ സി, അയൺ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെയുള്ള ഇടയിലിടയിൽ ഇതുപോലെ ചെറിയ ചെറിയ കൊലകൾ വന്നിട്ട് അതിൽ തന്നെ വിത്തുകളുണ്ടാവും. ഈ ചീരയുടെ വിത്താണിത്. അപ്പോൾ ഒരു ചെറിയ പൂവിൻ്റെ ഒരു കൊല വരും. അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പച്ച കളറിൽ ചെറിയ കായകൾ വന്ന് അത് പഴുക്കുമ്പോൾ ഈ കറുത്ത കളറിലാവും. കണ്ട ഒരേ കൊലകൾ വന്ന് നിൽക്കണ്. അതിൻ്റെ ചെറിയ വയലറ്റ് പൂക്കളാണ്. പിന്നെ അതിൽ നിറയെ വിത്തുകൾ വന്ന് പഴുത്ത് അത് തനിയെ അതിൻ്റെ കടയിൽ വീണ് കിടന്ന് പുതിയ തൈകൾ മുളപ്പിച്ച് എടുക്കാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ തണ്ട് ഒട്ടും ബലമില്ലാത്ത പോലത്തേന് കേട്ടോ. തണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു പ്രകൃതമാണ് ഈ ചീരര തണ്ടിന്. പിന്നെ ഇത് നമുക്ക് അലങ്കാര ചെടിയായിട്ട് വളർത്താം. ഞാനിപ്പോൾ ചെടിയായിട്ടാണ് ഇത് വളർത്തിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിന് ഇതിൻ്റെ ചോന്ന തണ്ട് ഇങ്ങനെ ട്യൂബുമ്മ ചുറ്റിപ്പിടിച്ച് പടർന്ന് പച്ച ഇലകൾ അതിൻ്റെ ഇടയിൽ വരുമ്പോഴേ നല്ല ഭംഗിന് കാണാനായിട്ട്. നല്ല ചോന്ന തണ്ടാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ചോന്ന തണ്ട് ഇങ്ങനെ ട്യൂബിൽ പടർന്ന് കയറി ഇടയിൽ പച്ച ഇലകൾ വരുമ്പോഴേ നല്ല ഭംഗിന് കാണാനായിട്ട്. അപ്പം ഞാനിത് ഒരു അലങ്കാര ചെടി പോലെയാണ് ഇത് വളർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇലയൊന്നും ഞാൻ അധികം നുള്ളിയെടുക്കാറില്ല. നുള്ളിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് ഇടയ്ക്ക് ഒരു രോഗം വരും, പൂപ്പൽ പോലത്തെ ഒരു അസുഖം വരും. ഇത് പൊടി പോലെയായിട്ട് ചീരയ്ക്കൊക്കെ വരുന്ന പോലത്തെ അസുഖം ഇതിനും വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിലാകെ നശിച്ചു പോവും. ഇത് കണ്ട എന്ത് ഭംഗിന്ന് നോക്കിയത്, നല്ല പച്ചയിലയും ചോന്ന തണ്ടുമായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ചീരയുടെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തോരൻ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഇളം ഇലകൾ കൂമ്പല നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇല പൊട്ടിച്ചിട്ട് കഴിച്ചാലും നല്ലതാണ്. കൂമ്പല എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ തളിരില എടുത്തിട്ട് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ അരിഞ്ഞ് ചേർക്കുക. അങ്ങനെയും കഴിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കണം എന്നൊന്നുമില്ല ഇതിൻ്റെ ഇല. അങ്ങനെ സലാഡിൽ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇതിൻ്റെ തളിരില എടുത്ത് നുള്ളിയെടുത്ത് നമുക്ക് വെറുതെ കടിച്ച് തിന്നാം. അങ്ങനെ ചെയ്താലും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഈ ചീര അകത്ത് ചെന്ന് കഴിയുമ്പോഴേ. ഈ ചെടി ഇപ്പം ഞാൻ വെച്ചിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൊമ്പുകളും ഒക്കെ വരുന്നുള്ളൂ. ചെറിയ ചെറിയ കുഞ്ഞി മുളകൾ വരുന്നുള്ള ഇലയുടെ സൈഡിൽ കൂടെ കണ്ട. അധികം ഒന്നും തണ്ടുകളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഈ ചീരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത. സ്പിനാച്ചൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇത്. നമ്മൾ കറി വെച്ചാൽ പരിപ്പിലിട്ടിട്ടും വയ്ക്കാം, നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കുക. ഇതിൻ്റെ വിത്തുകൾ കണ്ട പച്ച കളറ് മൂക്കാത്ത വിത്തുകളിന്. കറുത്ത മാലമണി പോലത്തേന് നല്ല മൂത്ത വിത്തുകൾ. അത് തന്നെ തനിയെ വീഴും, അത് പഴുത്ത് കൊഴിയും. അപ്പം മലബാർ സ്പിനാച്ച് എന്ന് പറയുന്ന ഈ ചീരയുടെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളായി ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം.
സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം. എല്ലാവർക്കും ബൈ ബൈ.